ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബദയേ നമ. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷമിക്കുന്ന മക്കളുണ്ട്, അസുഖമുള്ള കണ്ണിനൊക്കെ അസുഖമുള്ള മക്കളുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല. എന്താന്ന് ദൈവത്തിനോട് പറയുന്നു, ഭഗവാനെ എല്ലാവരെയും കാത്തോളണമേ. ഓം ലോക സമസ്ത സുഖനം. എൻ്റെ മക്കൾക്കൊക്കെ വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. നിർമ്മല പവിത്രന് കണ്ണിന് വയ്യെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം 2 ദിവസം കൊണ്ട് അനക്കൊന്നും അറിയുന്നില്ല. ആസ്പത്രിയിലങ്ങാണോ ഒരു വിഷമമുണ്ട് ഉള്ളിൽ. അറിഞ്ഞാൽ വിഷമമില്ല, ഞാൻ വിളിച്ചിട്ടൊന്നും എടുത്തില്ല. എന്താണെന്ന് അറിയാൻ വയ്യ. എല്ലാവരും പ്രാർത്ഥിക്കണം. വയ്യ കുറച്ച് നാളുടെ പറയുന്നത് ശ്രദ്ധിക്കാൻ. കച്ചവടമുണ്ട്, ഈ പൊടികളൊക്കെ കണ്ണിൽ വരും. അപ്പോൾ അലർജി ആണോ ഒന്നും അറിയാൻ വയ്യ. എല്ലാവർക്കും സുഖം ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭഗവാൻ ശ്രീരാമ ഭഗവാന്റെ, അതായത് ശിവഭഗവാൻ പാർവതിക്ക് ഭഗവാന്റെ കഥ, ശ്രീരാമ കഥ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നലെ നമ്മൾ വായിച്ചത്, ബ്രഹ്മാവ് ദേവന്മാരും ഭൂമിദേവിയും കരഞ്ഞ് ബ്രഹ്മാവിനൊക്കെ ചെന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ, ബ്രഹ്മാവ് ഉൾപ്പെടെ, പാലാഴിയിൽ പരമാത്മാവായ ഭഗവാൻ നാരായണടുക്കലേക്ക് പോയി ക്ഷീരസാഗര തീരത്ത് ചെന്ന് വിഷ്ണുസ്തുതി മന്ത്രം ചൊല്ലി, പുരുഷസൂക്തം ചൊല്ലി ബ്രഹ്മാവ്. അപ്പോൾ 10,000 സൂര്യൻ്റെ കിരണം അത്രമാത്രം പ്രകാശത്തോടുകൂടി ഭഗവാൻ പ്രത്യക്ഷമായി. ആ പ്രത്യക്ഷമായതിനെ പറ്റിയാണ് പറയുന്നത്. ബ്രഹ്മാവ് പ്രാർത്ഥിച്ച് സ്തുതിച്ചു ഭഗവാനെ. സൂക്തം, അതായത് വിഷ്ണുസ്തുതി, ആ മന്ത്രം ചൊല്ലിയപ്പോൾ ഭഗവാൻ അതിഭയങ്കരമായ ശോഭയോടുകൂടി, എന്തൊക്കെ കിരീടങ്ങളും എന്തെല്ലാം അങ്ങനെയുള്ള ശോഭയോടുകൂടി അവതരിച്ച് പ്രത്യക്ഷമായി ബ്രഹ്മാവിൻ്റെ മുമ്പിൽ. ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനന പൂർണ്ണചന്ദ്ര മണ്ഡലം അരവിന്ദലോചനം ദേവം. പുഞ്ചിരി പൂനിലാവിനാൽ സുന്ദരമായ മുഖചന്ദ്രനോടുകൂടി അത്ര സൗന്ദര്യമായിട്ട്, ഇന്ദ്രനീലാഭംബരം ഇന്ദിരാ മനോഹരം മന്ദിര വക്ഷസ്ഥലം വന്ധ്യ ആനന്ദോദയം. അത് ഐശ്വര്യദേവതയുടെ ഭവനവും മനോഹരവുമായ മാരണത്തോടു കൂടിയവൻ. അത്രമാത്രം ശോഭയേറിയ മാരടം. ലക്ഷ്മി ദേവിയുടെ ഭവനമാണ് മാരടം. ഭഗവാന്റെ ഹൃദയത്തിലാണല്ലോ ലക്ഷ്മി ദേവി. അങ്ങനെ ശോഭയേറിയ ആ മാരണത്തോടു കൂടിയ ഭഗവാനെ കണ്ടു. എന്നിട്ടോ, വത്സലാഞ്ചന വത്സം പാദ പങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം. അതായത് ശ്രീവത്സം എന്ന മാറുള്ളവൻ, ശ്രീവത്സം എന്ന അത് അത്ര ശോഭയേറിയ ആ മാറോടുകൂടി, അതും മേരു സന്നിഭ കിരീടോ ഉദ്യൽ കുണ്ഡല മുക്താഹാര കേയൂരാംഗത കടക കടിസൂത്ര വലയാകുലീയഗാദ്യ അഖില വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ട്. ഇങ്ങനെ ശോഭയേറിയ എന്തൊക്കെയാ, മഹാമേരു പോലെ ഉയർന്ന പർവ്വതം പോലുള്ള കിരീടം, ഭഗവാന്റെ കിരീടം, ശോഭിക്കുന്ന കുണ്ഡലങ്ങൾ. അപ്പോൾ അത്രമാത്രം ശോഭയേറിയ കുണ്ഡലങ്ങളാണ്. അത്രമാത്രം മഹാമേരു പോലെ ഉയർന്ന കിരീടവും ശോഭിക്കുന്ന കുണ്ഡലങ്ങൾ, മുത്തുമാലകൾ, തോൾവളകൾ, കൈവളകൾ, അരഞ്ഞാണം, കൈവള, മോതിരം തുടങ്ങി എല്ലാ ആഭരണങ്ങളാലും അലങ്കൃതമായ ശരീരത്തോടു കൂടി, അത്ര ഭംഗിയോടുകൂടിയ ആഡംബരങ്ങളോട് കൂടിയ ആ ഭഗവാനെയാണ് അവിടെ പ്രത്യക്ഷമായി ബ്രഹ്മാവ് കാണുന്നത്. എത്ര ഭാഗ്യമാണ് ബ്രഹ്മാവിന്! അപ്പോൾ എങ്ങനെ
അപ്പോഴെന്ത് വന്നു? ഇങ്ങനെയെല്ലാം കരുണാകരം അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ കണ്ടു പരമാനന്ദത്തിൽ മുഴുകി ബ്രഹ്മാവ്. എന്നിട്ട് സരസീരുക ഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. അപ്പോൾ ആനന്ദ നിർവൃതി കൊണ്ടിട്ട് സരസപദങ്ങളാൽ ബ്രഹ്മാവ് സ്തുതിക്കുന്നു. സരസീരുക ഭവൻ മധുരസ്ഫുടാക്ഷരം, സന്തോഷമായിട്ടും സ്നേഹത്തോടും പ്രേമത്തോടും ഭക്തിയോടും കൂടെ വരുമ്പോൾ എന്ത് സന്തോഷമായിട്ടാ മധുരമായി പ്രാർത്ഥിക്കുന്നതാണ്. എങ്ങനെയാ? പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ, ജയിച്ചാലും ജയിച്ചാലും അത്ര ആനന്ദത്തിൽ മുഴുകി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന് അരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപതേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. ആർക്കും കാണാൻ പറ്റാത്ത സിദ്ധ യോഗീന്ദ്രന്മാർക്ക് പോലും ഭഗവാൻ ഇങ്ങനെ സാക്ഷാൽ കാണാൻ പറ്റാത്ത ആ ഭഗവാന്റെ ആ പാദാംബുജം നിത്യവും നമോസ്തുതേ. ആ ബ്രഹ്മാവ് നിത്യവും സ്തുതിക്കുന്നു. അതാണ് നിത്യവും നമോസ്തുതേ സകല ജഗൽപതേ നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തു. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഭഗവാനെ നിത്യവും സ്തുതിക്കുന്നുണ്ടോ? നിത്യവും അങ്ങനെ ആർത്തിപൂണ്ട് സ്തുതിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ ദർശിക്കാനും പ്രത്യക്ഷപ്പെടാനും പറ്റൂ. അത് ബ്രഹ്മാവിനത് കിട്ടിയതെന്താ? നിത്യവും സ്തുതിക്കുന്നു ഭഗവാനെ. ആരെങ്കിലും ഉദ്ദണ്ഡിച്ചിട്ടല്ല, ആനന്ദമായിട്ട് അവിടെ ഭജിക്കുന്നത് ആരും ഉദ്ദണ്ഡിച്ചിട്ടല്ല. ഒരു ഭക്തൻ ആരും ഉദ്ദണ്ഡിക്കേണ്ട. ഒരു ഭക്തന് നിത്യവും ആ സമയം പെട്ടെന്ന് വരണം, പ്രാർത്ഥനാ സമയം, അതിനായിട്ട് നോക്കി 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 ഇരുന്ന് ഭഗവാനെ എപ്പോഴും ഉള്ളിൽ എപ്പോഴും ഉണ്ട് താനും എല്ലാവരും കേൾക്കുകയും ഒക്കെ അവിടെ ഒരു അജ്ഞാനമില്ലാതെ ഭഗവാനോട് തുറന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ പ്രത്യക്ഷമാവും. അങ്ങനെയുള്ള ഭഗവാൻ നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ സത്യജ്ഞാന അനന്ത ആനന്ദ അമൃത അദ്വയമേകം. അപ്പോൾ സത്യജ്ഞ, അതായത് ബ്രഹ്മാവ് എങ്ങനെ ഉണ്മയും ജ്ഞാനവും അനന്തവും. അപ്പോൾ ഉണ്മ ജ്ഞാനം ചൈതന്യവും. ആ ഉണ്മ എന്ന് പറയുന്നത് ആ പരമാത്മാവ് ഭഗവാൻ നാരായണൻ ഉണ്മയാണ്, അത് ജ്ഞാനമാണ്, അത് അനന്തമാണ്, അത് ആനന്ദമാണ്, അത് അമൃതാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവ് അത് രുചിച്ചറിയുന്നു. ഭഗവാന്റെ ഉണ്മ അത് ചൈതന്യവും ആ ആനന്ദം അത് അനന്തമാണെന്നും ആ എന്തോ പറയാ ആ അമൃതാണ്. ആ അമൃതെല്ലാം പരമാത്മാവായ ഭഗവാന്റെ ആ രസം, ആ പാനീയം, ആ അമൃതാകുന്ന ആ രസം ഈ ബ്രഹ്മാവ് രുചിച്ചറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സത്യജ്ഞാന അനന്ത ആനന്ദ അമൃത അദ്വയമേകം. അത് അദ്വയമാണ്, അത് ഏകമാണ്, ഒന്നേ ഉള്ളൂ. രണ്ടില്ലാത്ത ഭഗവാൻ പരമാത്മാവ് ഏകമാണ്, അത് ഒന്നേ ഉള്ളൂ. നിത്യവും നമോസ്തുതേ കരുണാ ജലനിധേ. പാലാഴിൽ വസിക്കുന്ന ഭഗവാനല്ലേ, അതുകൊണ്ട് നിത്യവും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ, പാലാഴിയിൽ വസിക്കുന്ന ഭഗവാനെ കരുണാ ജലനിധേ, വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായക പോറ്റിയേ നിത്യവും നമോസ്തുതേ. ഈ വിശ്വത്തെ ആരാണ് സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്? പരമാത്മാവായ നാരായണൻ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ല ഒരുവനും കൈവല്യ ഒരു നാളും. ഈ സ്വാധ്യായ തപസ് ദാനം യജ്ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തെന്ന് കരുതി ആർക്കും കൈവല്യം ഒരു നാളും സാധിക്കുകയില്ല. പിന്നെ എങ്ങനെ സാധിക്കും? മുക്തിയെ, അതായത് കൈവല്യത്തെ സാധിക്കണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ട് ഒഴിഞ്ഞ് മറ്റൊന്നിനാലാവതല്ല. ഭഗവാനോടുള്ള ഭക്തി വിശ്വാസ സ്നേഹം പ്രേമമാകുന്ന ഭക്തി അല്ലാതെ മറ്റൊന്നുകൊണ്ടും കൈവല്യം സാധ്യമല്ല. യജ്ഞങ്ങളും ദാനങ്ങളും ഒക്കെ നല്ലതാ, സൽപ്രവർത്തികളും സൽക്കർമ്മങ്ങളും എല്ലാം നല്ലത് തന്നെ. അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? ഭക്തി വേണം, അനന്തമായ ഭക്തി വേണം. ഭഗവാന്റെ പാദത്തിലിരുന്ന് ആ പാദത്തിൽ കിടന്ന് ഉരുണ്ടുള്ളൊരു ഭക്തിയുണ്ട്, ഒരു പ്രേമഭക്തിയുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ കൈവല്യം മോക്ഷം സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്തെല്ലാം കർമ്മങ്ങളും ദാനങ്ങളും യജ്ഞങ്ങളും തപസ്സൊക്കെ ചെയ്തിട്ടും ഈ ഭക്തി ഇല്ലാത്തവർക്കുള്ള കാര്യം, ഭക്തിയുടെ ഉണ്ടെങ്കിൽ ഓക്കെ. അതുകൊണ്ട് മുക്തിയെ മറ്റൊന്നുകൊണ്ട് ഒഴിഞ്ഞ് മറ്റൊന്നിനാലാവതല്ല. നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജതൊന്നും അന്തികേ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ.
എനിക്കത് ഭാഗ്യവശാലാണ് ഇന്ന് എൻ്റെ അന്തികെ എൻ്റെ അടുക്കൽ ഭഗവാൻ ഇങ്ങനെ എൻ്റെ അടുക്കൽ വന്ന് പ്രത്യക്ഷമായത്. ശ്രീ പാദാംബുജദ്വന്ദ്വം ഭഗവാന്റെ രണ്ട് പാദങ്ങൾ, ആ പത്മപാദങ്ങൾ എനിക്ക് കാണായി വന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് ഭക്തന്മാരെല്ലാം കണ്ടിട്ടുള്ളവരെല്ലാം അങ്ങനെ പറയണം. ഭഗവാനെ ദർശിച്ചവർ, ആ പ്രത്യക്ഷമായി കണ്ടവരൊക്കെ പറയണം, ഭഗവാനെ അത് ഭാഗ്യം തന്നെയാണ്. സത്വചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ധരിക്കപ്പെട്ടൊരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. സത്വചിത്തന്മാര്, നല്ല മനസ്സുള്ള സാത്വിക ചിത്തന്മാരായ ഭക്തന്മാരാണ് അവര്. താപസ ശ്രേഷ്ഠന്മാരാണ് അവര് തപസ്സെന്ന് പറഞ്ഞാൽ അവര് ശ്രേഷ്ഠന്മാരായ തപസ്സന്മാരാണ്. എന്താ കാരണം? നിത്യവും സത്വചിത്തന്മാരാണ്, സാത്വികന്മാരായ സ്വഭാവക്കാരാണ്, നിത്യവും ഭജിക്കുന്നവരാണ്. ഇങ്ങനെ ഭക്തിയ ബുദ്ധിയ ധരിക്കപ്പെട്ടൊരു നിൻ പാദ പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. ഭഗവാനെ അങ്ങനെ ഉള്ളവർക്ക് എപ്പോഴും ഭക്തി സംഭവിക്കണം. സദാകാലവും നമ്മുടെ മനസ്സ് എപ്പോഴും അങ്ങനെ ആയിത്തീരണമേ. ഭക്തവത്സല പോറ്റി. സംസാരമയ പരിതപ്ത മാനസന്മാരാം പുംസാം തൊൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും. ഈ ലോക ദുരിതങ്ങളിൽ നിന്നെല്ലാം കരകയറാൻ എന്താ മാർഗം, ഔഷധം? ഭക്തി തന്നെയാകുന്നു. സംസാരപരമായ, അതായത് ഈ സംസാരം ദുരിതമാണല്ലോ. ഈ ലോകത്തിലുള്ളതെല്ലാം, ഈ ലോകമാകുന്ന മൊത്തവും നമുക്ക് വിഷമം പിടിച്ചതാണ്. അത് പരിതപ്ത മാനസന്മാർ, അതിൽ നമ്മൾ അത്രമാത്രം തപിക്കുന്നവരാണ്, വിഷമിക്കുന്നവരാണ്. അവർക്ക് എന്താണ് ഔഷധം? തൊൽഭക്തി മാത്രമേ ഉള്ളൂ. ഭഗവാനുടെ ഭക്തി, മറ്റൊന്നും അറിയണമെന്നില്ല, ഈ പുരാണ കഥകളൊന്നും പഠിക്കണമെന്നില്ല. ഭക്തി വർദ്ധിച്ചാൽ നമുക്ക് ഇതിനെല്ലാം കരകയറാം. ഭഗവാന്റെ ഉള്ള ഭക്തിയും സ്നേഹവും പ്രേമമാകുന്ന സ്നേഹവും ഭക്തിയും നമുക്ക് ഉണ്ടെങ്കിൽ അതാണ് ഔഷധം. എന്തിനാ? ഈ ലോക ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാൻ. മരണമോർത്ത് മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരുകി വളരുന്നു. ഭഗവാനെ മരണത്തെ തന്നെ, കാരണം എപ്പോഴും നമുക്ക് ജനിച്ചാൽ അപ്പോൾ തന്നെ ഉണ്ട്, 100 വയസ്സിനകത്ത് എപ്പോഴും ആകാം, അത് കഴിഞ്ഞാലും ആകാം. അങ്ങനെ നമുക്ക് പെരുത്ത വിഷമമുണ്ട് ഭഗവാനെ. മരണമോർത്ത് മമ എൻ്റെ മനസ്സി, ബ്രഹ്മാവ് പറയുന്നു, പരിതാപം കരുണാമൃതനിധേ പെരുകേ വളരുന്നു. മരണകാലേ തവ തരുണ അരുണ സമചരണ സരസിജ സ്മരണ ഉണ്ടാവാനായി തരിക വരനാഥ കരുണാകര പോറ്റി. ഭഗവാനെ മരണകാലത്ത് ഭഗവാനെ തന്നെ ഓർത്ത് സ്മരിക്കാൻ, ഭഗവാനെ ഇപ്പോഴേ കുട്ടിനാളിലേ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ തന്നെ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഭവം എനിക്കറിയാം, അവർക്ക് ഒരു ഓർമ്മക്കേടുമില്ല, അറിഞ്ഞും കൊണ്ട് ഭഗവാനെ കണ്ടും കൊണ്ട് അവരത് യാത്രയാകുന്നത് പോലെ ഭഗവാനെ ഒരു ഭക്തനെ എപ്പോഴും മനസ്സിൽ ഭഗവാനുള്ള ആ സ്മരണ മറക്കരുതേ. എന്താ ഭഗവാൻ അപ്പോൾ നല്ല ഓർമ്മ തന്നെ തരും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ. ആ സമയത്ത് ഭഗവാനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. എന്തിനാ മാറ്റുന്നേ? നമ്മൾ ആരും ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ. ചിലപ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് അമ്മ അച്ഛാന്ന് വിളിച്ചാലോ, അതുകൊണ്ടായിരിക്കാം ആ സമയത്ത് ആരെയും കാണിക്കാതെ ഒളിച്ചു കൊണ്ടുപോകും. എൻ്റെ അമ്മ ഒളിച്ചു കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞു മകൾ പറഞ്ഞു, അമ്മ എന്നെ അടുക്കം വീട്ടിലോട്ടൊന്ന്, ഞാൻ അമ്മയുടെ അടുക്കുന്ന അങ്ങോട്ട് ഇറങ്ങുമ്പം ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്നൊരു മരണം, അത് ഒളിച്ച് ഭഗവാൻ എന്നെ ഒളിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനൊരു മരണമൊക്കെ ആർക്ക് കിട്ടും? ഭക്തന്മാർക്ക്, അകവഴിഞ്ഞ ശുദ്ധ ഭക്തന്മാർക്ക് കിട്ടും. അതുകൊണ്ട് ഭഗവാനെ അങ്ങനൊരു സമയം തരണമേ, വരിക, തരണം. എന്താ അങ്ങനെ നമുക്ക് തരണം, വരം തരണമേ. അങ്ങനെ നമുക്ക് ഓർമ്മയോടി ഭഗവാനെ സ്മരിച്ചും കൊണ്ട് പോകാനുള്ള ഒരു കൃപ തരണമേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. മരണകാലേ തവ, അതായത് മരണസമയത്ത് ഭഗവാന്റെ തവ തരുണ അരുണ സമചരണ സരസിജ സ്മരണ ഉണ്ടാവാനായി അതിനുവേണ്ടി തരിക വരനാഥ. അങ്ങനൊരു വരം തരണമെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അങ്ങ് പ്രാർത്ഥിക്കണം. മനസ്സിലെപ്പോഴും കാണണം. നമുക്ക് വേറെ ഒന്നും വേണ്ട. നമുക്ക് ജനിച്ചു പോയില്ലേ, ദുഃഖപ്പെടാതെ വിഷമിപ്പിക്കാതെ ഭഗവാനെ അതാണ് എല്ലാവർക്കും ഭയം. ഈ ശ്വാസം എടുത്ത് മാറ്റുന്ന ഒരു ഭയം തന്നെയാണ്, അത് എനിക്കും ഉണ്ട്. അതുകൊണ്ട് അറിയാതെ ചില ഓർമ്മയോടെ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയും വേണം. മരണം എൻ്റെ അമ്മ പോയതുപോലെ എനിക്ക് പോവുകയും വേണം. ഞാൻ പോലും അറിഞ്ഞൂടാ എൻ്റെ ശ്വാസം വലിക്കുന്നത്. അതൊരു ഭയമാണ് എനിക്ക്. അത് എല്ലാവർക്കും അത് കാണും. അതുകൊണ്ട് ആ ഒരു വരം തരണമേ കരുണാകര പോറ്റി. ശരണം ദേവാ രമാരമണ ധരാപതേ, ഭൂമിയുടെ ഭർത്താവേ നാരായണ രമാരമണ
പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ. അങ്ങനെയുള്ള ഭഗവാനെ ജയിച്ചാലും ജയിച്ചാലും പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ, പരചിന്മയ പരാപര പത്മാക്ഷ ജയ, വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം ബ്രഹ്മാവ് ഇങ്ങനെയെല്ലാം സ്തുതിച്ചപ്പോൾ മധുരതരം വിശദസ്മിതപൂർവം മധുരമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മധുരമായാണ് ഈ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് പ്രത്യക്ഷമായപ്പോൾ. അതുപോലെ തന്നെ മധുരതരം വിശദസ്മിതപൂർവം അരുളി ചെയ്ത നാഥ. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ചെയ്തൊരു നേരം ഭഗവാൻ എന്ത് പറയുന്നു? അരുളി ചെയ്തു. ഭഗവാൻ എന്താ അരുളി ചെയ്തത്? മധുരതരം തന്നെ ഭഗവാനും വിശദസ്മിതപൂർവ്വം അരുളി ചെയ്യുന്നു. ഭഗവാൻ ഇങ്ങനെ ബ്രഹ്മാവിനോട് പറയുന്നു, എന്തിനിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണുവാൻ ഇവിടേക്ക് ഉഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലൂ. എന്താ എല്ലാവരും കൂടെ ഇങ്ങനെ എന്നെ കാണുവാൻ ഇങ്ങനെ എല്ലാവരും കൂടെ വന്ന്? കാരണം ഭൂമിദേവിയുണ്ട്, ദേവേന്ദ്രനുണ്ട്, ദേവന്മാരുണ്ട്, ബ്രഹ്മാവൊക്കെ എല്ലാവരും കൂടെ എന്താ ഇപ്പോഴെന്നെ ഇങ്ങനെ കാണുവാനായിട്ട് ഇവിടേക്ക് വന്നത് ഉടറ്റോടെ ഇത്ര അത്യാവശ്യമായിട്ട്? ഭഗവാൻ സന്തോഷത്തെ ചോദിക്കുകയാണ്. അത്രമാത്രം നല്ല സ്തുതിപ്പല്ലേ ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയത്? ദേവന്മാർ എല്ലാവരും ഇങ്ങനെ സന്തോഷപൂർവ്വം സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നത് എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണുവാൻ ഇവിടേക്ക് ഉഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലു എന്നത് കേട്ട് സരസീരുഹഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു. അത് കേട്ടപ്പോൾ ബ്രഹ്മാവ് സന്തോഷമായിട്ട് പറയുന്നു, നിന്തിരുവടി തിരുവുള്ളത്തിങ്കിൽ ഏറാതെ കണ്ട് എന്തൊരു വസ്തു ലോകത്തിങ്കിലുള്ളത് പോറ്റി. ഭഗവാനെ, അങ്ങ് എന്താ അറിയാത്തതായി ഉള്ളത് ഈ ലോകത്ത്? ഇവിടെ എന്തെങ്കിലും ഒരു ഇല അനങ്ങിയാൽ അത് അവിടെ പരമാത്മാവായ തമ്പുരാൻ അറിയുന്നുണ്ടല്ലോ. അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മാവിനും അറിയാം. ബ്രഹ്മാവ് ചോദിച്ചു, ഭഗവാൻ അറിയാത്ത ഏറാതെ, അതായത് നിന്തിരുവടി തിരുവുള്ളത്തിൽ എങ്കിൽ ഏറാതെ അറിയാത്തതായി എന്തൊരു വസ്തു ലോകത്തെങ്കിലുള്ളത് പോറ്റി. ഭഗവാൻ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ ഭഗവാനെ? പരമ്പൊരുളെ, എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്ന ഇത് കാലനാഥ. എന്നാലും ഞങ്ങൾ ഭഗവാനെ അയാളോട് അപേക്ഷിക്കാനല്ലയോ വന്നത്, അതുകൊണ്ട് ഞാനത് ഉണർത്തിക്കാം, ഞാനത് പറയാം. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ അറിയാത്തതായി ഭഗവാൻ ഒന്നും തന്നെ ഇല്ല, എങ്കിലും ഞാനത് പറയാം. ഭഗവാനോട് പറയാനായിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഇക്കാലം നാഥ. എത്രത്തോളം സങ്കടം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ത്രിലോകങ്ങളിലും മൂന്ന് ലോകത്തിലും. പൗലസ്ത്യതനയനാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിത് മിക്കതും ജഗൽപതി. ഈ മൂന്ന് ലോകത്തിലുള്ളവരെല്ലാം നശിച്ചു. എന്താ ഈ പൗലസ്ത്യനായ ഈ രാക്ഷസകുലത്തിലെ രാവണൻ കാരണം ഈ ലോകം മൊത്തവും നശിച്ചു. ജഗൽപതി മദ്ദത്ത വരബല ദർപ്പിതനായിട്ട് അതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, മദ്ദത്ത ബലം, അതായത് ഈ ബ്രഹ്മാവ് തന്നെയാണ് ഇവന് വരം കൊടുത്തത്. അതുകൊണ്ട് ഞാൻ മുഖാന്തരം കൊടുത്ത ഈ വരം കൊണ്ട്, ആ വരത്തിൻ്റെ ബലം കൊണ്ട് ദർപ്പിതനായിട്ട് അഹങ്കാരിയായിട്ട് നിർദ്ദയം ഒരു ദയവില്ലാതെ ഈ വിശ്വമെല്ലാം അവൻ മുടിക്കുന്നു. ഭഗവാനി, ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏക ശാസനമാക്കി ചമച്ചു ലോകമെല്ലാം അവൻ്റെ വരുതിക്കുള്ളിലാക്കി. ഈ ത്രിലോകങ്ങളും എല്ലാം അവൻ്റെ ശാസനയിലാക്കി വെച്ചു. ആർക്കും ഒരു ഗതിയില്ല. പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടാൻ ദശാനനൻ. അതായത് ഇന്ദ്രനെ പോലും അവൻ സമരെ കെട്ടിക്കൊണ്ട്, പിന്നെ അതായത് അവൻ അവിടവും പിടിച്ചടക്കി, ഇവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവൻ അവിടെയും പിടിച്ചടക്കി. നാഗശാസനവും, അതായത് ദേവലോകവും അവൻ്റെ ശാസനയിൽ പരിധിയിലാക്കി ദശാനൻ, ഈ രാവണൻ. അതായത് ഇങ്ങനെയുള്ള ഭക്തൻ യാഗാദി കർമ്മങ്ങൾ മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. യാഗങ്ങളും കർമ്മങ്ങളും ഹോമങ്ങളും ഒന്നും നടത്താൻ സമ്മതിക്കുന്നില്ല ഈ മാമുനിമാര്. എന്താ അതൊക്കെ അട്ടിമറിച്ച് കളഞ്ഞിട്ട് ഈ ഭക്തന്മാരായ ശ്രേഷ്ഠന്മാരായ മഹർഷിമാരെ അവൻ കൊന്ന് ഭക്ഷിക്കുന്നു. അതുമല്ല, ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു. മര്യാദകളെല്ലാം മുടിഞ്ഞു പോയി. ഭക്തന്മാരെയെല്ലാം കൊന്നു തിന്നു. അവരുടെ ധർമ്മപത്നികളെയും അവൻ പിടിച്ചുകൊണ്ട് പോകുന്നു. ധർമ്മവും പോയി, എല്ലാം മുടിഞ്ഞു, മര്യാദയില്ലാതായിപ്പോയി. ഭഗവാനെ, എന്ത് ചെയ്യാനാണ്? ഇപ്പം അതിനേക്കാളാണ്. ഇപ്പോൾ എനിക്കെന്നല്ല എല്ലാ ഭക്തമക്കൾക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ പോക്ക്.
ജീവജാലങ്ങൾ ഒരുപാട് വേദനിക്കുന്ന പറഞ്ഞാൽ ഭയപ്പെടുത്തി വേദനിക്കുന്ന അത് ഓർത്താലൊരു ഒരു ഗത്യന്തരമില്ലാത്ത ഒരു സങ്കടം തന്നെയാണ്. അന്ന് നാക്കെടുക്കുന്ന ജനങ്ങളാ ഒന്നുമില്ലെങ്കിൽ വേദന എല്ലാവർക്കും തുല്യം തന്നെ, ഏത് ജീവനും. പക്ഷെ ഭയപ്പെടുത്തി ഓരോ നാക്കെടുക്കാപ്രാണികളെ കൊല്ലുന്നതൊക്കെ ഓർക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്തിനാ ജനിച്ചു പോയല്ലോ എന്നൊരു സങ്കടം അത്ര. ഇനി ജനനം ഉണ്ടാകരുതേ എന്ന് അത് കാരണമാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ഇങ്ങനെ ഭൂമിയിലൊരു ജനനം വരല്ലേ, കാണാൻ കഴിയില്ല. അപ്പോൾ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു, മര്യാദയെല്ലാം പോയി. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നത് മുന്നേ കൽപ്പിതം ജഗൽപതേ. അവൻ്റെ മരണം മനുഷ്യനെ കൊണ്ടാണെന്ന് വരമുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യനെ കൊണ്ട് കൊല്ലാനൊക്കെ ഇത്രയും വലിയ ഘാതകനെ. അതുകൊണ്ട് ഭഗവാനെ അവന് ഈ ഒരു വരം ഇങ്ങനെ നരന്മാർക്കേ അവനെ കൊല്ലാൻ പറ്റുകയുള്ളൂ, അല്ലാതെ അവന് ഒരിക്കലും മരണമില്ല. നിന്തിരുവടി തന്നെ മർത്തനായി പിറന്നിനി പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. ഭഗവാനാകുമ്പോൾ മനുഷ്യനായിട്ട് വരുമ്പോൾ അത്രത്തോളം ശക്തിമാനാണല്ലോ. അതുകൊണ്ട് ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിക്കണമേ, ഇവനെ എന്നിട്ട് വന്ന് വധിക്കണമേ. പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ, നിന്തിരുടെ തന്നെ മനുഷ്യനായി വരണമേ. സന്തതം നമസ്കാരം അതിനു മധുരി പോ, ചെന്തളരടിയണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിദ്ധ ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. അങ്ങനെ ബ്രഹ്മാവ് ഇത്രയെല്ലാം ഭഗവാനോട് സ്തുതിച്ചും വിഷമിച്ചും വേദനിച്ചും സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ പത്മസംഭവൻ യുദ്ധം എല്ലാം പറഞ്ഞു. അത് പത്മസംഭവൻ വെച്ചാൽ ബ്രഹ്മാവ്. അങ്ങനെ പറയുമ്പോൾ പത്മലോചനായ നാരായണൻ ചിരിച്ച് അരുളി ചെയ്തു. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതു വരം സുപ്രസന്നേനമയ തദ്വജ സത്യം കർത്ത ഉദ്യോഗ ദൈവമേ. അതായത് ഭഗവാൻ പറഞ്ഞു, ചിത്തശുദ്ധിയോടെ മനസ്സ് ശുദ്ധിയോടെ സേവിച്ചു ചിരകാലം തപസ് ചെയ്തിരുന്ന ആരാ? ഭഗവാൻ പുത്രനായി വരണമെന്ന് കശ്യപ പ്രജാപതി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് ദത്തമായത് വരം ഞാനങ്ങനെ വരം കൊടുത്തിട്ടുണ്ട്. സുപ്രസന്നേനമയ അങ്ങനെ വരം കൊടുത്ത് തത് വച സത്യം, അത് ആ വാക്ക് സത്യമാക്കുന്നതിന് നന്നായി പ്രസാദിച്ച് വരം കൊടുത്തു. കശ്യപപ്രജാപതിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചിരകാലം തപസ് ചെയ്ത് ഭഗവാനിങ്ങനെ അവർക്ക് മകനായി വരണമേന്ന്. അതുകൊണ്ട് അത് നന്നായി പ്രസാദിച്ച് ആ വരം കൊടുത്തു. ആ വാക്ക് സത്യമാക്കുന്നതിന് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നതാണ്, ഭഗവാൻ അങ്ങനെ അവതരിക്കുന്നതാണ് എന്ന് വാക്ക് കൊടുത്തു ബ്രഹ്മാവിന്. കശ്യപൻ ദശരഥനാമന രാജന്യേന്ദ്രനായ, അങ്ങനെ ഈ കശ്യപനായ ആ കശ്യപ മഹർഷി ദശരഥൻ രാജാവായിട്ട് കാശ്യപീ തലേ തിഷ്ടത്യധുനാ വിധാതാവേ ബ്രഹ്മാവേ. ദശരഥനായിട്ട് കശ്യപൻ അവിടെ വന്നിട്ടുണ്ട്. കാശ്യപീ തലേ, അതായത് ഇപ്പോൾ ഇരിക്കുന്നു രാജാവായിട്ട് ദശരഥ മഹാരാജാവ് അവിടെ ഉണ്ട്. അതാരാ? കശ്യപനാണ്. പണ്ടത്തെ ആ വരം പഠിച്ച കശ്യപൻ ഇപ്പോൾ ഇവിടെ ദശരഥ മഹാരാജായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും, അതായത് കശ്യപന്റെ പത്നിയായ അതിഥി, ആ അതിഥി ഇവിടെ കൗസല്യയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ദശരഥ മഹാരാജാവും കൗസല്യയും ആരാണ്? കശ്യപനും അതിഥി, ദശരഥ മഹാരാജാവും കൗസല്യയും അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തസ്യാത്മജനായി വന്നു, അവരുടെ മകനായി വന്ന് ഞാൻ ജനിച്ചിടും. അത് ദശരഥ മഹാരാജാവിൻ്റെ കൗസല്യയുടെ അവർ പ്രാർത്ഥിച്ച് വരം വാങ്ങിച്ചതാണ് മകനായി ഭഗവാൻ വരണമെന്ന്. അതുകൊണ്ട് ഞാൻ അവർക്ക് മകനായി അവിടെ ജനിക്കും. മൽ സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിരസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരിയെ. അതായത് അവിടെ ഞാനവിടെ ജനിക്കുമ്പോൾ എനിക്ക് 3 സഹോദരന്മാർ. അതാരാ? ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും. അത് 3 തള്ളമാരിൽ കൂടെ ആണെങ്കിൽ പോലും അങ്ങനെ എനിക്ക് 3 സഹോദരന്മാരും അവിടെ വരും. ചിൽ സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും ജനക ആലയെ വരും. ജനക മഹാരാജാവിൻ്റെ ആലയത്തിൽ എൻ്റെ യോഗമായാദേവി ജനക മഹാരാജൻ്റെ ആലയത്തിൽ വരും എൻ്റെ ദേവി. അതായത് ഭഗവാന് സീത വേണമല്ലോ, അപ്പോൾ സീത ജനകൻ്റെ അവിടെ ആലയത്തിൽ സീതാദേവിയും അവിടെ വരും. അങ്ങനെ ചിൽ സ്വരൂപിണി മമ ശക്തിയാം, എൻ്റെ ശക്തിയാണ് യോഗമഹാമായ ഭഗവാന്റെ ഭാര്യ ശക്തി സ്വരൂപിണി സീതാദേവി. അത് ഓരോ സമയത്ത് ഓരോ പേരുകളാണ്.
ഭഗവാന്റെ ലക്ഷ്മി ദേവി തന്നെയാണ്, അത് ഏത് പേരായാലും. അതുകൊണ്ട് യോഗമായാദേവിയും ജനക ആലയെ, ആലയം ഭവനം, ജനകന്റെ ആലയത്തിൽ വന്ന് കീകസാത്മജ കുലനാശകാരിണിയായി, അതായത് കീകസന്റെ മകനായ രാവണന്റെ കീകസാത്മജ ആ കുലം നശിപ്പിക്കാനായിട്ട് നാശകാരിണിയായി മേദിനി തന്നിൽ അയോനിതയായി ഉണ്ടായി വരും ആതിഥേയന്മാർ കവിവരൻ വീരരായി പിറക്കണം. അതായത് ഈ ദേവി എങ്ങനെ വരും? അയോനിജ, അതായത് സ്ത്രീകൾ പ്രസവിക്കാത്ത കുട്ടി യോനിയിൽ വരത്തില്ല. അതാണ് ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്. അത് സ്ത്രീ പ്രസവിച്ചതല്ലാത്തതുകൊണ്ട് കീകസാത്മജ കുല നാശകാരണിയായി രാക്ഷസകുലം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗമായാദേവി ജനകന്റെ ആലയത്തിൽ വരും. എന്നിട്ട് മേദിനി തന്നിൽ അയോനിയായി ഉണ്ടായി വരും. ഈ ഭൂമി, മേദിനി ഭൂമിയിൽ സ്ത്രീ പ്രസവിക്കാത്ത കുട്ടിയായി വരും. ആതിഥേയന്മാർ കവിവരായി പിറക്കണം എന്ന് വെച്ചാൽ ഈ ദേവന്മാരെല്ലാം അവിടെ ഭഗവാനെ സഹായിക്കാൻ ഭഗവാന്റെ ദാസന്മാരായി ഈ ദേവന്മാരെല്ലാം അവിടെ പിറക്കണം. ആരായിട്ട്? കവി വീരരായി, അത്രമാത്രം ബലമായി, പർവ്വതം പോലത്തെ ബലത്തോടുകൂടി അവിടെ പിറക്കണം. നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കി വായിക്കാം മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ. മക്കളെ എല്ലാവരും അസുഖമായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കും, ഭഗവാൻ കേൾക്കും. ഓം ലോക സമസ്ത സുഖിനോ ഭവന്ത്. എല്ലാവർക്കും സുഖം ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.